മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരിക്കാതെ CPM നേതൃത്വം. തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള BJPയുടെ നീക്കമെന്നാണ് CPMന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ CPM BJP ധാരണപ്രകാരമുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയായാലും മകളായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ പറയുകയുണ്ടായി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് CPM നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് അന്വേഷണമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. നാളെ രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കും. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന LDF കൺവീനർ EP ജയരാജൻ. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. വീണയ്ക്കെതിരായ ആരോപണം കുറെ കണ്ടതാണെന്നും ബാക്കി നേതൃത്വം പറയുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെ പറ്റി അറിഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യായവും നീതിയുമില്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വിമർശനം. ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ? അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ അന്വേഷണത്തിനെ പറ്റി അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല. ഡീറ്റെയിൽസ് കം. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലയ്ക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും VD സതീശന്റെ പരിഹാസം. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPMഉം BJPയും പോവുകയാണ്. ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് CPIM കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. എല്ലാ കേസുകളിലും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഈ ഇരവാദമുയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ, ആ ധാരണ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അവരും ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K. മുരളീധരൻ MPയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഇക്കാര്യം പൊതുജനങ്ങളോടുകൂടി ചോദിക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും ഇന്ന് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. പലരും വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരണങ്ങൾ പറഞ്ഞത്. കാരണം മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ ആര് പരാതി കൊടുത്താലും അത് ആരായാലും ശരി, ഷെയർ ഹോൾഡറോ പുറത്തുള്ള ആളായാലും ഒരു അന്വേഷണം വരിക സ്വാഭാവികമാണ്. അത്തരമൊരു അന്വേഷണം മാത്രമാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ വന്നിരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും കേന്ദ്ര അന്വേഷണം ഫലം കാണുമോ എന്ന ചോദ്യം 24 എന്ന് പൊതുജനങ്ങളോട് ചോദിച്ചു. കാണാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള രൂപത്തിൽ നീങ്ങുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഒരു സാധാരണ പൗരൻ ചിന്തിക്കത്തില്ല. അന്വേഷണം ചുമ്മാ പ്രഹസനമാണ്. ഇത് ഫലം കാണത്തില്ല തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഇത്രയും നാളും ഒരു കേന്ദ്രമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാണ് പിണറായി മോദിയും തമ്മിലുള്ള. അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഈ കേസും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ശക്തമായ അന്വേഷണം ഉണ്ടായാൽ ഉറപ്പായിട്ടും അതിന്റെ ഫലം കാണുക തന്നെ ചെയ്യും. ഇതുവരെ അന്വേഷണം ശക്തമാകാത്തതാണ് ഈ സത്യം ഇതുവരെ പുറത്തു വരാത്തത്. കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് കപ്പം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് കപ്പം കൊടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. കേന്ദ്രമന്ത്രി കേന്ദ്രത്തിൽ നേരത്തെ പൂട്ടാമെങ്കിൽ ഇതിന് മുമ്പ് ഇവരെ പൂട്ടാമായിരുന്നു. ഇത് രണ്ടുമുള്ള ഒത്തുകളിയാണ്. ഇവരെ സഹായിക്കണം, അവരെ സഹായിക്കുന്നു. കേരളത്തിൽ BJP ഇവരെ സഹായിക്കുന്നു, കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സർക്കാരിനെ സഹായിക്കുന്നു. അന്വേഷണം വേണം, അന്വേഷിക്കേണ്ട ആവശ്യമാണ്. എല്ലാവരുടെയും കേസ് 36 മാസം മാറ്റിവെച്ചു. അതുപോലെ ഇത് ആവുമെന്നൊന്നും അറിയാൻ ഒക്കില്ല. ഒരു മുണ്ടിട്ട മോദിയാണ് പിണറായി വിജയൻ എന്ന് സംശയമില്ല. കാരണം സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ 36 പ്രാവശ്യം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ മാറ്റിവെച്ചത് കാരണം കൊണ്ട് അവർ തമ്മിലുള്ള സഖ്യം നമുക്ക് കേരള ജനതയ്ക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന കാര്യമാണ്. യാതൊരു തരത്തിലുള്ള ഫലം ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷയില്ല. നല്ല രീതിയിൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഈ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ
ഒരു പരിധിവരെ ഈ അഴിമതിക്ക് ഒരു വിലങ്ങ് വീഴും എന്നാണ് കരുതുന്നത്.